തച്ചനാട്ടുകര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ പഞ്ചായത്ത് അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ആശുപത്രിയുടെ വികസനത്തിനുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നുവെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. കിടത്തി ചികിത്സയ്ക്ക് ഉൾപ്പെടെയുള്ള സൌകര്യമുണ്ടായിട്ടും തച്ചനാട്ടുകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിന് പഞ്ചായത്ത് മുൻകൈയെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. 2014-2015 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ എംഎൽഎ ആയിരുന്ന എം ഹംസയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടം ഇവിടെയുണ്ട്. ഒരേ സമയം 10 രോഗികളെ കിടത്തി ചികിത്സിക്കാനും ഫാർമസിയും ലാബും ഉൾപ്പെടെയുള്ള കെട്ടിടം പഞ്ചായത്തിന്റെ അവഗണന മൂലം നശിക്കുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതി. കെട്ടിടം ഉപയോഗപ്രദമാക്കാത്തതിനു പിന്നിൽ ചിലരുടെ വ്യക്തിതാൽപര്യമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. ആശുപത്രിയുടെ വികസനത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം സിപിഎം തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പല ഫണ്ടുകളും എടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന, ദൂർത്തടിക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്ന ഭരണസമിതിക്ക് പാവപ്പെട്ട ജനതയുടെ നൂറുകണക്കിന് രോഗികൾ നിരന്തരമായി വരുന്ന നാട്ടുകല്ല് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പാവപ്പെട്ട ജനതയെ സഹായിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാൻ ഇന്ന് വരെ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിഎം നവാസ് അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് മെമ്പർ ടി എ റഷീദ്, സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കാളിദാസൻ, കെ ബിന്ദു, മുജീബ്, ടി സയ്യിദ്, ഹംസ മാണിക്കപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിങ്കലത്താണി.